നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തിൻ്റെ പാത, അതാണ് ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ആ പാതയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാതയാണ് അഹിംസയുടെ പാത എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അഹിംസ സാധ്യമല്ല എന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശരീരത്തിൽ ജീവിക്കുമ്പോൾ എന്തായാലും ഹിംസ ഉണ്ടാവും. പക്ഷേ മനസ്സ് കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കുക എന്നുള്ള ആ ചിന്ത, ആ ഇന്റൻഷൻ തന്നെ ഇല്ലാണ്ടാവണം. ഹിംസയുടെ ഇന്റൻഷൻ തന്നെ ഇല്ലാണ്ടാവും. മനസ്സിലാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് സഹജമാർ പഠിപ്പിക്കുന്നു. ശരീരത്തിലല്ല. ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങളെ മനസ്സിലാക്കിയിട്ട് സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് നമുക്ക് മനസ്സിനെ ആ സ്നേഹത്തിലേക്ക്, പൂർണ്ണ സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പാത തന്നെ സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിൽ എത്തിച്ചേരുന്നതിന്റെ പാത സ്നേഹത്തിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഒരു കാര്യത്തിന് ഊന്നൽ നൽകണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് കൊടുക്കണം. ഒരുപക്ഷെ അക്കാഡമിക് ആയിട്ടുള്ള അറിവുകളെക്കാളും കൂടുതൽ ഗ്രേഡ് സ്വഭാവത്തിന് കൊടുക്കണം. അനുസരണ, റെസ്പെക്റ്റ്, ഷെയറിങ്, സഹിഷ്ണുത, നിസ്വാർത്ഥത, സിൻസിയറിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഇത് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അവരാണ് ഈ ലോകത്തെ യഥാർത്ഥ ദിശയിൽ നയിക്കേണ്ടവർ. അവരിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ലിസണിങ് കപ്പാസിറ്റി വരുന്നു. ഹൃദയം തുറന്ന് ലിസൺ ചെയ്യുക, എംപത്തൈസ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടു. പൂർണ്ണമായിട്ട് സ്വീകരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ, ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻവിധികൾ ഇടപെടാതെ പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിക്കും. ഈ ഒരു ലിസണിങ് കപ്പാസിറ്റി കുട്ടിക്കാലത്ത് മുതൽക്കേ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. കേൾക്കുക, ലിസൺ, പ്രജുഡിസ് ഇല്ലാണ്ട്. ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുക, സഹോദരന്മാർ പറയുന്നത് കേൾക്കുക, ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കുക. എല്ലാം പ്രജുഡിസ് ഇല്ലാണ്ട് കേട്ടിട്ട് അത് ഉൾക്കൊണ്ട് തിരിച്ചു നൽകുന്നത് സ്നേഹമായിരിക്കും. സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പാടും.
നമ്മുടെ അഭിപ്രായങ്ങളല്ല അവിടെ വേണ്ടത്, അവിടെ സ്നേഹത്തിന്റെ അഭിപ്രായമാണ്. എത്രത്തോളം അത് കൂടുതൽ കൂടുതൽ കൊണ്ടുവരുന്നു അവിടെ നമ്മൾ ഹാർട്ട്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ കഴിവ്, ലിസൺ ചെയ്യാനുള്ള കഴിവ് അറിയാതെ തന്നെ ശരീരത്തെ ട്രാൻസെൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ജീവൻ എന്താണ് പ്രധാനം എന്ന് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യും. ജീവന്റെ കാര്യമാണ്, ജീവനെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് അനന്തമാണ്. ഈ ശരീരത്തിലൂടെ യാത്ര ചെയ്തു നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ ഒപ്പം ഇപ്പൊ ഉണ്ട്. നാളെ ശരീരങ്ങൾ മാറും. ആദ്യം അതാ കാണുക. ചെറുപ്പത്തിലുള്ള കുട്ടികൾ വലുതാവുന്നു, പിന്നെ വയസ്സാവുന്നു. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന തരത്തിൽ പെരുമാറ്റമല്ല പലപ്പോഴും കുറച്ച് വലുതാവുമ്പോൾ കാണുന്നത്. കുട്ടികൾ പേരൻസിനോട് കുട്ടിക്കാലത്ത് പെരുമാറുന്ന മാതിരിയല്ല പ്രായമാകുമ്പോൾ പെരുമാറുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അമ്മയില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടി, അമ്മയുടെ മടിയിൽ മാത്രം ഇരിക്കുന്ന കുട്ടി, അതേ അമ്മയെ കൊണ്ട് വൃദ്ധാശ്രമത്തിലാക്കുന്നു വയസ്സാകുമ്പോൾ. നോക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തു. അമ്മ ഒന്ന് തന്നെ, പക്ഷേ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞു. ശരീരം മാറുന്തോറും നമ്മുടെ വലിപ്പം വരുന്നതോറും നമുക്ക് ആറ്റിറ്റ്യൂഡ് മാറി. ഞാൻ ഒരു പ്രധാനം അല്ലാണ്ടായി മാറി. കാരണം എന്താണ്? നമ്മൾ ആ ജീവനെ ശ്രദ്ധിക്കുന്നില്ല, ജീവനെ ലിസൺ ചെയ്യുന്നില്ല. ലിസണിങ് കപ്പാസിറ്റി വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഇവിടെ ഓൾഡ് ഏജ് ഹോംസിന്റെ ആവശ്യമില്ല, ഇവിടെ ഓർഫനേജസിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ലിസണിങ് നമ്മുടെ ജീവിതത്തിൽ ഹാർമണി കൊണ്ടുവരുന്നു, സമൂഹത്തിന് ഹാർമണി കൊണ്ടുവരുന്നു. കാരണം നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ശരീരത്തിൽ നിൽക്കുമ്പോഴേ അനുഭവിക്കുന്നത്, ഇതിനുശേഷം അവസാനിക്കും. നമ്മൾ പുനർജന്മത്തെ കുറിച്ചിട്ടും ദൈവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ കാണിക്കാറില്ല. ഈ ജീവിതത്തിൽ ഇപ്പൊ അച്ചീവ് ചെയ്യണതായിട്ട് പ്രധാനം സക്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോമ്പീറ്റ് ജയിക്കുന്നതാണ് പ്രധാനം എന്നാണ് 100% ആൾക്കാരും നിലനിർത്തുന്നത്, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ജീവിക്കുന്നത്. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൂടിയും ഇപ്പോൾ ഉള്ള ഈ സക്സസിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടാണ്. കോമ്പീറ്റ് ചെയ്യുക, മറ്റുള്ളവർ മുകളിൽ വിജയം പ്രാപിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മൾ ജീവന് പ്രാധാന്യം കൊടുത്തില്ല. ജീവൻ തന്നെയാണ് ഈശ്വരൻ, ഈശ്വരന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ശരീരം ട്രാൻസെൻഡ് ചെയ്യുന്നതാണ് ഈ ലൈഫ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ഡീപ്പായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നു. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് ആഴത്തുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം. കുട്ടിക്കാലത്ത് അത് ഉണ്ട്, അതാണ് അത്ഭുതം. ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു ഹൃദയത്തിലാണ് അവരുടെ സംഭാഷണം പോകുന്നത്. അവർ പെട്ടെന്ന് ഫീലിംഗ് ഗ്രാസ്പ് ചെയ്യും. നമ്മൾ കുട്ടികളെ പറ്റിക്കാൻ പറ്റില്ല. ഗർഭപാത്രത്തിരിക്കുമ്പോൾ 100% അങ്ങനെയാണ് കേട്ടത്. ഒരു 5-6 വയസ്സ് കഴിയുമ്പോൾ ലിസണിങ് കപ്പാസിറ്റി, ഫീലിംഗിന്റെ കഴിവ് കുറഞ്ഞു 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 പിന്നെ ഫീലിംഗ് ഇല്ലാണ്ടേ മാറും. പിന്നെ ഈഗോ മാത്രമായിട്ട് മാറും. അപ്പൊ ഈ ഫീലിങ്ങിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബോധത്തെ നമ്മൾ അവയർനെസ് ഡെവലപ്പ് ചെയ്തിട്ട് എല്ലാവരുടെയും വിഷമങ്ങളെ മനസ്സിലാക്കാനും ആഴത്തിലുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു കഴിവ് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഹൃദയത്തിന്റെ സംഭാഷണം ഡെവലപ്പ് ചെയ്യും, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യും. പറയേണ്ട കാര്യമില്ല, വരുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ വലുതായിട്ട് വ്യക്തിത്വങ്ങൾ ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ എന്ത് എളുപ്പമാവും. അവര് അങ്ങനെ ആൾ ഡോക്ടർ ആവുക, അങ്ങനെ ആൾ എഞ്ചിനീയർ ആവുക, അങ്ങനെ ആൾ ഒരു ഗവൺമെന്റ് ഓഫീസർ ആവുക, അതുമാതിരി തന്നെ രാഷ്ട്രീയക്കാരാവുക, മന്ത്രിമാരാവുക. ലോകം മാറും. കാരണം പറയണതിന്റെ മുമ്പ് ഇത്ര കാര്യങ്ങൾ മനസ്സിലാവുന്നു, എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു, വ്യക്തമായിട്ട് ചെയ്യുന്നു. എല്ലാ വിഭാഗങ്ങളും, പോലീസായാലും ആർമി ആയാലും എല്ലാം ഈ തരത്തിലൊരു വലിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടായി മാറും. അതുപോലെ അതുമാത്രമല്ല, ആശയവിനിമയം മരണാനന്തരവും സംഭവിക്കുന്നു എന്നൊരു സത്യം നമ്മളിൽ ഉണ്ടാവുന്നു. നമ്മളൊന്ന് ഭയമില്ലാണ്ടേ മാറും. നമ്മുടെ ഈ ചടങ്ങുകളെല്ലാം, മരണാനന്തര ചടങ്ങുകളൊക്കെ ഭയം കൊണ്ടാണ് മിക്കവാറും ചെയ്യുന്നത്. അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു. അവര് തിരിച്ചു വന്നാൽ നമുക്ക് ഇഷ്ടമല്ല. മരിച്ച ഒരാൾ തിരിച്ച് നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് ഇഷ്ടാവില്ല, പേടിയാണാവും. ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും സ്നേഹിച്ചിരുന്ന ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? എന്തിനാ അവരെ പേടിക്കുന്നത്? എനിക്ക് എപ്പോഴും തോന്നിയ കാര്യമാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ രാത്രി പോകാൻ പാടില്ല, ഭഗവാൻ ദേഷ്യപ്പെടുന്നു. എങ്ങനെയാണ് ഭഗവാൻ ദേഷ്യപ്പെടുന്നത്? ഭഗവാൻ എങ്ങനെ ഉപദ്രവിക്കുന്നത്? എങ്ങനെയാണ് ഈ നമ്മൾ ചെയ്യുന്ന പോലെ സൗന്ദര്യപ്പണക്കങ്ങൾ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തില്ലെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക, അപകടങ്ങൾ ഉണ്ടാക്കുക. നീ അത് ചെയ്തില്ല, ആ പൂജ നീ വാഗ്ദാനം ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നത്? ഈ തരത്തിലുള്ള ധാരണകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അത് മാറണമെന്നുണ്ടെങ്കിൽ
ചെറുപ്പകാലത്ത് തന്നെ ഈ ആശയവിനിമയം ആഴത്തിലുള്ള ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ആശയവിനിമയം വരണം. അപ്പൊ അറിയാത്ത നമുക്ക് ഡിവൈൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊണ്ടുവരണം. അത് കുട്ടിക്കാലത്ത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ എത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.